നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. നിർണായകമായ മുത്തലാഖ് ബിൽ വോട്ടെടുപ്പ് ദിവസം മുസ്ലിം ലീഗ് MP PK കുഞ്ഞാലിക്കുട്ടിയുടെ ലോക്സഭയിലെ അസാന്നിധ്യം വിവാദമാകുന്നു. മുത്തലാഖ് ചർച്ച നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി തിരൂരിലെ വ്യവസായ പ്രമുഖന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയായിരുന്നു. നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും PV അബ്ദുൽ വഹാബും പാർലമെന്റിൽ എത്താതിരുന്നതും പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയായിരുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, എന്തുകൊണ്ടാണ് ഇന്നലെ ഒരു നിർണായക ദിനത്തിൽ കുഞ്ഞാലിക്കുട്ടി MP പാർലമെന്റിൽ എത്താതിരുന്നത്? അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്താണ്? എവിടെയായിരുന്നു അദ്ദേഹം? ധന്യ, വളരെ പ്രധാനപ്പെട്ട മുത്തലാഖ് ബിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇന്നലെ ലോക്സഭ. ഈ ദിവസമാണ് ഈ PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ എത്താതിരുന്നത്. പകരം ഈ സമയം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ തിരൂരിലെ വ്യവസായ പ്രമുഖന്റെ മകന്റെ വിവാഹത്തിലായിരുന്നു. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. ന്യൂനപക്ഷ സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വലിയ വിമർശനമുയർത്തിയ, വലിയ രാഷ്ട്രീയ ആയുധമാക്കിയ ഈ മുത്തലാഖ് ബിൽ അതിന്റെ വോട്ടെടുപ്പ് ദിവസം എന്തുകൊണ്ട് പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായി, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിനിധിയായി എത്തിയ PK കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് ലോക്സഭയിൽ എത്തിയില്ല? പകരം അതിനേക്കാൾ പ്രധാനം സുഹൃത്തിന്റെ, വ്യവസായ പ്രമുഖന്റെ വിവാഹ ചടങ്ങാണ് എന്ന് തീരുമാനിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ എന്തുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ വലിയൊരു ചോദ്യം പാർട്ടിക്കുള്ളിലും പുറത്തും ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ, അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്, അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു. ഇതുകൊണ്ടാണ്, ഒപ്പം തന്നെ ഈ ബില്ല് ഉറപ്പായും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാകുമെന്നും എന്നുള്ള ഒരു തീരുമാനവും ഒരു നിലപാടും എടുത്തതിനെ തുടർന്നാണ് പങ്കെടുക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷെ അത് ദുർബലമായ ഒരു വാദമായാണ് വിലയിരുത്തപ്പെടുന്നത്. വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട എന്നായിരുന്നു പാർട്ടി തീരുമാനമെങ്കിൽ അത് അട്ടിമറിച്ചുകൊണ്ട് പാർട്ടിയുടെ തന്നെ മറ്റൊരു MP ആയ ET മുഹമ്മദ് ബഷീർ ഇന്നലെ വോട്ടെടുപ്പിൽ ഈ ബില്ലിനെതിരെ വോട്ടിംഗിൽ പങ്കെടുക്കുകയും ബില്ലിനെതിരെ വോട്ട് ചെയ്യുകയും ഒപ്പം തന്നെ ഈ ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ലോക്സഭയിൽ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചെങ്കിൽ കൂടി ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ശേഷമാണ് കോൺഗ്രസ് ബഹിഷ്കരിച്ചത്. ഒപ്പം തന്നെ CPM-ഉം ഒപ്പം തന്നെ അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയും എല്ലാം വോട്ടെടുപ്പിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. ഇത്തരം നിർണായകമായ പ്രതിപക്ഷം ഒന്നടങ്കം ഒരു രാഷ്ട്രീയ ആയുധമാക്കി വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു വിഷയത്തിൽ അത്തരമൊരു ദിവസം ഈ PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാതിരുന്നതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ എത്തിയില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അല്പം മുമ്പ് മലപ്പുറത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇതിൽ ഇക്കാര്യം ചോദിച്ച സമയത്തും അദ്ദേഹം കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറായില്ല. സാധാരണ രീതിയിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പാർട്ടി നേതൃത്വം പ്രതിരോധിക്കേണ്ടതാണ്. പക്ഷേ KPA മജീദ് പ്രതിരോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. മജീദ് പറഞ്ഞത് ദേശീയ വിഷയമാണ്. ഇക്കാര്യം എന്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ എത്തിയില്ല എന്നുള്ളത് ദേശീയ വിഷയമാണ്. അതുകൊണ്ട് ദേശീയ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് പറഞ്ഞു ഒഴിയുകയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പാർട്ടിക്കുള്ളിൽ ഈ നടപടി, കുഞ്ഞാലിക്കുട്ടിയുടെ നടപടിക്കെതിരെ വലിയ വിമർശനവും അമർഷവും പുകയുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച മുസ്ലിം ലീഗിനകത്തും പുറത്തും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും സമസ്ത പോലുള്ള സംഘടനകൾ ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന ഈ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി കൃത്യമായൊരു നിലപാട് പാർലമെന്റിൽ ഉന്നയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഒരു പരോക്ഷ വിമർശനം നടത്തിയിരുന്നു മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല നേതാക്കന്മാരുടെ പ്രവർത്തനം സൂചിപ്പിച്ച്. എന്നിരിക്കെ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി എത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ആണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. ഒപ്പം തന്നെ തുടർച്ചയായി രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള ഒരു പാർലമെന്റിൽ PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാതിരുന്ന കാര്യം, PK കുഞ്ഞാലിക്കുട്ടി അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നത്. നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമയത്തും വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടം പ്രതിപക്ഷം നടത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ നിർത്തി പ്രതിപക്ഷം രാഷ്ട്രീയ പോരാട്ടം നടത്തിയ സമയത്തും PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ ഇല്ലാതിരുന്നതും പാർലമെന്റിൽ എത്താതിരുന്നതും വിമർശിക്കപ്പെട്ടിരുന്നു. എന്തായാലും ലോക്സഭയിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യം വിവാദമാവുകയാണ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞാലിക്കുട്ടിയുടെ നടപടി കടുത്ത അപരാധമെന്ന് മന്ത്രി KT ജലീൽ. ഇത്തരത്തിലുള്ള ആളുകളെ ലോക്സഭയിലേക്ക് അയക്കാതിരിക്കുകയാണ് ലീഗ് ചെയ്യേണ്ടതെന്നും ജലീൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോടും മതനിരപേക്ഷവാദികളോടും മലപ്പുറത്തെ ജനങ്ങളോട് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് സംഘടനയോടും കടുത്ത അപരാധമാണ് ഇത്തരം ഒരു അസാന്നിധ്യത്തിലൂടെ ബന്ധപ്പെട്ട MP ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്, പുതിയ കാലത്തെ മുസ്ലിം ലീഗിന് മുസ്ലിം ഇഷ്യൂസ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളോട് ഉള്ള ബന്ധം എത്രയാണ് എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരിക്കലും ജനങ്ങൾ പൊറുക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്താതിരുന്ന കാര്യം ഫ്ലൈറ്റ് മിസ്സായി എന്നാണ് അതിന് ന്യായം പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇത്യാദി ആളുകളെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ലീഗ് കാണിക്കണം. ഇതിനൊക്കെ സൗകര്യമുള്ള ആളുകൾ, ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരാണ് ലോക്സഭയിലേക്ക് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പോകേണ്ടത്. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇന്ന് എന്തിനാണ് പ്രതിപക്ഷം പ്രതിഷേധം ഉണ്ടാക്കിയത്? വിവരങ്ങൾ. തന്നെ ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ADMK അംഗങ്ങളടക്കം കാവേരിയിലെ അണക്കെട്ട് വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യസഭയിൽ പ്രതിഷേധം ഉന്നയിച്ചത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ആന്ധ്രയിൽ നിന്നുള്ള അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭ ഇന്നത്തേക്ക് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ റഫേൽ വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും ആവശ്യങ്ങളും രാജ്യസഭയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഏതായാലും ലോക്സഭാ നടപടികൾ വീണ്ടും തുടരാനുള്ള ശ്രമമാണ് സ്പീക്കർ നടത്തുന്നത്. 12 മണിവരെ സഭാ നടപടികൾ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയാണ് ഇന്ന് പിരിഞ്ഞിരിക്കുന്നത്. ലോക്സഭ വീണ്ടും തുടരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉണ്ണി, തുടർന്നോളൂ. അതായത് ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. പുനരാരംഭിക്കുമ്പോഴും പ്രതിഷേധം തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ കാവേരി വിഷയം ഉന്നയിക്കുന്നു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി റഫാൽ ഇടപാടിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ വീണ്ടും നിർത്തിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. ശൂന്യവേളയിൽ ഒരുപക്ഷെ 1-2 അംഗങ്ങൾക്ക് അവസരം കൊടുത്തതിന് ശേഷം സഭാ നടപടികൾ സ്പീക്കർ വീണ്ടും നിർത്തിവെച്ചേക്കാം. അതേസമയം ഇന്നലെ ലോക്സഭയിൽ പാസാക്കിയ മുത്തലാഖ് ബില്ലിന്റെ കാര്യം ഇന്ന് രാജ്യസഭയെ ഔദ്യോഗികമായി രാജ്യസഭാ സെക്രട്ടറി ജനറൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പാസാക്കിയ ബിൽ ഇപ്പോഴും രാജ്യസഭയുടെ പരിഗണനയിലാണ്. അതിനുശേഷമാണ് ഭേദഗതി ചെയ്ത മുത്തലാഖ് ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നത്. ആ പുതിയ ബില്ലിന്റെ പകർപ്പ് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഈ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഏത് തരത്തിൽ മുത്തലാഖ് ബില്ലിനെ ശക്തമായി രാജ്യസഭയിൽ എതിർക്കണമെന്നത് സംബന്ധിച്ച് അനൗപചാരികമായ കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുമുണ്ട്. ശരി ഉണ്ണി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. വനിതാ മതിലിൽ പങ്കെടുക്കാനുള്ള BDJSന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നവോത്ഥാനത്തെ പിന്തുണയ്ക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് മതിലിൽ പങ്കെടുക്കാം. അതിനെയാണ് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് ജീവിക്കുന്നതായിട്ടുള്ള ജനങ്ങളാണല്ലോ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൽ അംഗമായിട്ടുള്ള, സർക്കാർ സേവനം നടത്തുന്ന ജീവനക്കാരായിട്ടുള്ള ആളുകൾ, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, അത് ഏത് തലത്തിലുള്ള ആളുകളാണെങ്കിലും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഏതു പൗരനും ഇതിനോട് സഹകരിക്കും. BDJSഉം ആ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് കരുതുന്ന പ്രസ്ഥാനമായതുകൊണ്ടാകാം നിശ്ചയമായിട്ടും ഈ വനിതാ മതിലിൽ പങ്കെടുക്കാനുള്ള അവരുടെ താല്പര്യം അറിയിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് വനിതാ മതിലിലേക്ക് BDJSനെ സ്വാഗതം ചെയ്യുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നയം സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിലെ ശാന്തിയും സമാധാനവും ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി പോലീസ് സ്വീകരിക്കുന്ന നിലപാട് സർക്കാർ അടിവരയിടുന്നുവെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സർക്കാരിന്റെ ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട നയം പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. അത് സന്ദർഭത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നൊരു നയമല്ല. അത് രാജ്യത്തിലെ സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട നയമാണ്. അത് ഗവൺമെൻറ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സർക്കാർ മുൻഗണന നൽകുന്നത് ശബരിമലയിലെ ശാന്തിക്കും സമാധാനത്തിനുമാണ്. അവിടെ എത്തുന്നതായിട്ടുള്ള ഭക്തജന ലക്ഷങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി, ശാന്തിയോടുകൂടി തീർത്ഥാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അയ്യപ്പ ദർശനം നടത്തുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കലാണ് ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ചില സന്ദർഭങ്ങളിൽ അവിടുത്തെ പോലീസ് ക്രമസമാധാന പ്രശ്നം, അവിടെ പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലാത്തതായിട്ടുള്ള സാഹചര്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടിനെ ഞാൻ അടിവരയിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
വനിതാ മതിലിന് ശബരിമല വിഷയവുമായി ബന്ധമില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനയായ NSSന് വനിതാ മതിൽ വിഷയത്തിൽ വീണ്ടും വിചാരമുണ്ടാകണമെന്നും മന്ത്രി കോഴിക്കോട് അഭിപ്രായപ്പെട്ടു. വനിതാ മതിലും ശബരിമലയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തല്ലല്ലോ ഉണ്ടായേക്കുന്നത്. വനിതാ മതിൽ എന്ന് പറഞ്ഞാൽ ശബരിമല പ്രശ്നത്തിലല്ലല്ലോ. മൊത്തത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിനായിട്ടുള്ള ഒരു കാലം, ഒരു നവോത്ഥാന ചിന്ത എന്നും ഉണ്ടെങ്കിലും അത് സമൂർത്തമായി വന്നൊരു മൂവ്മെൻ്റായി വരേണ്ട ഒരു കാലമാണിപ്പോൾ. ഗവൺമെൻറ്റിനെ എതിർക്കുന്ന എല്ലാവർക്കും വേണ്ടി വിചാരം വേണം. സംശയം എന്താ? എല്ലാവർക്കും വേണം. NSSന് മാത്രമല്ല, അവർക്കും വേണം, എല്ലാവർക്കും വേണ്ടി വിചാരം വേണം. ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല. വനിതാ മതിലിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. മതിൽ കൊണ്ട് മനുഷ്യ മനസ്സിനെ വേർതിരിക്കാനാകില്ല. സർക്കാർ ചെലവിലാണോ വനിതാ മതിൽ ഒരുക്കേണ്ടതെന്നും അൽഫോൺസ് കണ്ണന്താനം ചോദിച്ചു. ഈ സർക്കാർ ചെലവിൽ ഒരു മതിലുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ മനസ്സിനെ മതിലുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇതല്ലേ അമേരിക്കയിൽ ചിലതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഭിത്തികളുണ്ടാക്കുക, മതിലുകളുണ്ടാക്കുക. അതുകൊണ്ടൊന്നും മനുഷ്യ മനസ്സിനെയോ ഹൃദയത്തിനെയോ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ അതിനപ്പുറത്തുള്ള ഒരു വികാരമാണ് അയ്യപ്പനെന്ന് പറഞ്ഞാൽ. തലസ്ഥാനത്ത് കോൺഗ്രസ് നേതാവിന്റെ ഗുണ്ടായിസം. ഫ്ലെക്സ് കട ഉടമയെ KPCC ജനറൽ സെക്രട്ടറി ശരത് ചന്ദ്ര പ്രസാദ് കയ്യേറ്റം ചെയ്തെന്ന് പരാതി. കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കട ഉടമയെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തി പണം നൽകാതെ ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് നൽകില്ലെന്ന് കടയുടമ പറഞ്ഞതിനെ തുടർന്നുള്ള വാക്കേറ്റമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ശരത്ചന്ദ്ര പ്രസാദ് ശലഭമേളയുടെ കുറച്ച് പ്രിന്റ് അടിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡിസൈൻ ചെയ്തു. അപ്പോൾ രാവിലെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ആളുടെ അടുത്ത് പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പൈസ തന്നില്ല. വൈകിട്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, പൈസ തന്നാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ടെത്തി എന്നെ ആക്രോശിച്ചു വന്ന്, നീ എന്റെ ശലഭമേള നശിപ്പിക്കുമല്ലടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് എന്റെ വൈഫിന്റെയും എന്റെ മക്കളെയും മുമ്പ് വെച്ച് എന്നെ മർദ്ദിക്കുകയും എന്റെ ഈ കമ്പ്യൂട്ടറും ബാക്കി ഫർണിച്ചറൊക്കെ എടുത്ത് തറയിലടിക്കുകയും അതിന്റെ എല്ലാ CCTV ദൃശ്യങ്ങളും എന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് പോയത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോൺ എടുത്താണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഞാൻ ഈ ഇത്തരം വർക്കുകളൊക്കെ പലരും പൈസ തരാറുണ്ട്. അതൊന്നും ഞാൻ പുറത്തു പറയാതിരിക്കുന്നത് നമ്മുടെ ഒരു മാന്യത കൊണ്ടാണ്. ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ മാത്രമാണ് ഇത് പുറത്തു പറയേണ്ടി വന്നത്. TG സജിത്ത് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. സജിത്ത്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. കവടിയാറിന് സമീപത്താണ് ഈ സുരേഷിന്റെ ഫ്ലെക്സ് പ്രിന്റിംഗ് യൂണിറ്റ്. ഈ യൂണിറ്റ് ഇവിടെ എത്തിയാണ് ശരത്ചന്ദ്ര പ്രസാദ് ഇയാളെ മർദ്ദിച്ചത്. ശരത്ചന്ദ്ര പ്രസാദ് ഫ്ലെക്സ് പ്രിന്റിംഗ് ആവശ്യത്തിന് വേണ്ടി ഇവിടെ എത്തുകയും എന്നാൽ പണം പൂർണ്ണമായി നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. എന്നാൽ ഫ്ലെക്സ് കട ഉടമ നേരത്തെയും പണം നൽകാനുണ്ടെന്നും പൂർണ്ണമായി പണം നൽകിയാൽ മാത്രമേ പ്രിന്റ് ചെയ്താൽ നൽകാനാവൂ എന്നതായിരുന്നു ഇയാളുടെ നിലപാട്. ഈ തർക്കത്തിനൊടുവിലാണ് ഇത് കയ്യേറ്റത്തിലെത്തിയത്. ശരത്ചന്ദ്ര പ്രസാദ് പലവട്ടം കടയുടമയെ മർദ്ദിച്ചു. ഇത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ കടയിലെ ഫർണിച്ചർ അടക്കം എറിഞ്ഞുടയ്ക്കുന്ന ദൃശ്യങ്ങളും CCTVയിലുണ്ട്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ഈ ഫ്ലെക്സ് കട ഉടമയായ സുരേഷ് എന്ന വ്യക്തി. ഇദ്ദേഹം KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. നിയമപരമായി പോലീസിലും പരാതി നൽകുമെന്നാണ് കടയുടമ അറിയിച്ചിരിക്കുന്നത്. ശരി സജിത്ത്. എന്നാൽ അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്നാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ പ്രതികരണം. തന്നോട് മോശമായി പെരുമാറിയെന്നും അഡ്വാൻസ് നൽകിയിട്ടും കൃത്യസമയത്ത് ഫ്ലക്സ് അടിച്ചു നൽകിയില്ലെന്നുമാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. സുരേഷിനാണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. രാവിലെ 10,000 രൂപ അഡ്വാൻസും കൊടുത്ത് അവൻ ഫ്ലെക്സ് അടിച്ചിട്ടില്ല, ഫോണും മേടിക്കുന്നില്ല. ഇവന്റെ മക്കളെ ഞാൻ ബാലതരംഗത്തിന്റെ ഭാരവാഹി ആക്കിയ കൊണ്ടേ ഉണ്ട്. ഞാൻ ചെന്നിട്ട് ഇവരെ നിർബന്ധിച്ച് ഫ്ലെക്സ് അടിക്കുന്നില്ലേ എന്നെ കോൺഗ്രസ്സുകാരെല്ലാം വരിപ്പിച്ചു. അത് ഇത് ഞാൻ വിട്, അതൊക്കെ വിട്. ഇവൻ കസേര ഇരിക്കുകയാണ്. ഞാൻ നിന്ന് നീ എങ്ങനെയെങ്കിലും ചെയ്യും. എന്റെ നെഞ്ചിലടിച്ച് പറഞ്ഞു, ഇതിന്റെ സംഖ്യ പറഞ്ഞ സ്ഥാനമാണ്, ഞാൻ പാർട്ടികളെ കൊണ്ടുവരുന്ന സ്ഥാനമാണ്. നീ എന്നെ അപമാനിക്കുന്നു. ഇത് മഹാത്മാഗാന്ധിയുടെ പേരിൽ നടത്തുകയാണ് പ്രാവശ്യം. ഞാൻ അവസാനം അവനെ ഞാൻ തോളി പിടിച്ച് ആദ്യം ഇടാ. അപ്പൊ അത്ര അടുപ്പമുള്ളവനായതുകൊണ്ട് ഇവിടെ നീ ഇങ്ങനെ കല്ലുപോലെ ഇരിക്കണേ, നീ ചെയ്യും. അപ്പൊ അവന് വിരൽ ചൂണ്ടിരിക്കുന്നു. മോശപ്പെട്ട പദവിലാണ്. ഞാൻ അവന്റെ കൈ തട്ടി മാറ്റി അവനെ കസേര എടുത്ത് തട്ടി എറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിന്ന് വന്നു. ഇടവേള.
UPA ഭരണകാലത്തെ ആവിഷ്കരിക്കുന്ന ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. കോൺഗ്രസ് സ്ഥാപക ദിന ചടങ്ങിനെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് മൻമോഹൻ സിംഗ് ഒഴിഞ്ഞുമാറിയത്. കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ BJP ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ട്വീറ്റ് ചെയ്ത് വലിയ പ്രചാരണം നൽകിയിരുന്നു. सर, आपके ऊपर जो फिल्म बनी है उसके ऊपर क्या कहेंगे? പ്രവാസികളുടെ മൃതദേഹം തൂക്കി നോക്കി വിലപേശുന്ന എയർ ഇന്ത്യക്കെതിരെ വ്യാപക പ്രതിഷേധം. പെട്ടി ഉൾപ്പെടെ തൂക്കി 1 കിലോയ്ക്ക് ഈടാക്കുന്നത് 300 രൂപയാണ്. ഒരു മൃതദേഹം നാട്ടിലെത്തിക്കാൻ എയർ ഇന്ത്യ വാങ്ങുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ്. മിക്ക രാജ്യങ്ങളും സ്വന്തം പൌരന്മാരുടെ മൃതദേഹം സൌജന്യമായി നാട്ടിലെത്തിക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ മനുഷ്യത്വരഹിത നടപടി. ജീവിതം തേടി മറുകര എത്തിയവർ അവിടെ മരിച്ചാൽ നാട്ടിലുള്ള ബന്ധുക്കൾ കടക്കണിയിലാകും. വിദേശത്തു നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യക്കാർ ചെലവിടേണ്ടി വരുന്നത് 1.5 ലക്ഷത്തോളം രൂപയാണ്. എയർ ഇന്ത്യ നിരക്കു നിശ്ചയിക്കുന്നത് തൂക്കി നോക്കിയാണ്. കിലോക്ക് തുക 300 രൂപ. ഒരു മൃതദേഹത്തിന് പെട്ടിയടക്കം 100 കിലോ വരും. ഒപ്പം എംബാമിനും കൂട്ടിന് വരുന്ന ആളുടെ ടിക്കറ്റ് നിരക്കും കൂട്ടുമ്പോഴാണ് ലക്ഷത്തിന്റെ കണക്ക്. എയർ ഇന്ത്യയുടെ ഈ നിലപാടിനെതിരെ പ്രവാസി സംഘടനകൾ പ്രതിഷേധമുയർത്തി കഴിഞ്ഞു. മലബാർ ഡെവലപ്മെന്റ് ഫോറം ചെയർമാൻ KM ബഷീറിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരം തുടരുകയാണ്. മരണാനന്തരമെങ്കിലും ക്രൂശിക്കാതെ പീഡിപ്പിക്കാതെ അവരുടെ മൃതശരീരം നാട്ടിൽ സർക്കാർ ബഹുമതികളോടെ കേന്ദ്ര സർക്കാരിന്റെ ചെലവോടുകൂടി സ്വദേശത്തെത്തിക്കണം. അല്ലാതെ മാംസമോ മത്സ്യമോ തൂക്കുന്നത് പോലെ തുലാസിൽ തൂക്കിയിട്ട് വെയിറ്റ് കണക്കാക്കി കിലോ ഇത്ര അതിനുള്ള വില തൂക്കി മൃതദേഹത്തെ നാട്ടിലേക്ക് ആനയിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത നടപടിക്കെതിരെയാണ് MDF സമരരംഗത്തിറങ്ങിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഗൾഫ് നാടുകളിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 28,523 ഇതിൽ വലിയൊരു ശതമാനം മലയാളികളാണ്. അയൽ രാജ്യങ്ങളിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സൗജന്യമായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ലക്ഷങ്ങൾ ചെലവാകുന്നത്. മൃതദേഹത്തിന്റെ തൂക്കം നോക്കിയതിന് ശേഷം കിലോ 300 രൂപ എന്ന കണക്കിലാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വളരെ ആവിഷ്കൃതവും ഒരു മനുഷ്യത്വരഹിതവുമായ ഒരു സംഗതിയാണ്. പലപ്പോഴും സാമൂഹിക പ്രവർത്തകരുടെ കനിവിലാണ് പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. പലരെയും ബന്ധുക്കൾക്ക് അവസാനമായി കാണാൻ പോലും അവസരം ലഭിക്കാതെ ഗൾഫ് നാടുകളിൽ തന്നെ സംസ്കരിക്കേണ്ടിയും വരുന്നു. എയർ ഇന്ത്യയുടെ മനുഷ്യത്വവിരുദ്ധമായ സമീപനത്തിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രവാസി സംഘടനകൾ. ന്യൂസ് 18 ഡൽഹി, കോഴിക്കോട്. വിവാദം വിട്ടൊഴിയാതെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്റ്റേഡിയം RSSന് പരിപാടിക്കായി നൽകിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ ആവർത്തിക്കുമ്പോഴും കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിയുന്നില്ല. ഗ്രാമീൺ സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളെ RSS പ്രവർത്തകർ തടയുകയാണെന്നാണ് പരാതി. വിവാദങ്ങൾക്കൊടുവിൽ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കായിക താരങ്ങൾക്ക് പരിശീലനം നടത്താമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യം കാണിച്ചിറക്കിയ ഉത്തരവിൽ രാവിലത്തെ പരിശീലനത്തിനുള്ള സമയം വ്യക്തമാക്കിയിട്ടില്ല. പതിവ് സമയത്ത് പരിശീലനത്തിനെത്തിയ ഗ്രാമീൺ സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങളെയും പരിശീലകനെയും ഗ്രൗണ്ടിൽ RSS പ്രവർത്തകർ തടയുകയാണെന്നാണ് പരാതി. ദേശീയ സ്കൂൾ മീറ്റിനായി തയ്യാറെടുക്കുന്ന ജാവലിൻ താരത്തിനുൾപ്പെടെ മടങ്ങിപ്പോവേണ്ടി വന്നു. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 60-70 കുട്ടികളോളം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണിത്. വൈകിട്ടത്തെ പരിശീലന സമയം മാത്രം രേഖപ്പെടുത്തി ഉത്തരവിറക്കിയത് RSS പ്രവർത്തകരുടെ സൗകര്യത്തിന് വേണ്ടിയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ ഗ്രൗണ്ടും കമ്മ്യൂണിറ്റി സെന്ററും ഒരുമിച്ചാണ് പരിപാടിക്കായി വിട്ടു നൽകിയതെന്ന് തന്നെയാണ് RSSന്റെ പക്ഷം. താരങ്ങളെ തടഞ്ഞിട്ടില്ലെന്നും ക്യാമ്പ് നടത്തിപ്പുകാർ വിശദീകരിക്കുന്നു. പഞ്ചായത്ത് നമ്മൾ പറഞ്ഞ് നമുക്ക് നടത്താം. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് നമ്മുടെ ഗ്രൗണ്ട് ഇത്ര ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട് ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആരെയും തടയാൻ വന്നു. RSS പരിപാടിയുടെ ഭാഗമായി വാഹനം കയറ്റിയും ബയോ ടോയ്ലറ്റുകൾക്ക് കുഴിയെടുത്തും ഗ്രൗണ്ട് നശിപ്പിക്കുകയാണെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവിട്ട് നവീകരിച്ച സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്കായി നൽകി തകർക്കരുതെന്നും ആവശ്യമുണ്ട്. CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ സ്റ്റേഡിയം RSS പരിപാടിക്ക് വിട്ടുകൊടുത്തതിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലാണ്. ഇതിനെക്കുറിച്ച് CPMനുള്ളിലും എതിരഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ക്യാമറമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിൽ പോലീസ് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലെന്ന് UP പോലീസ്. ആദ്യ FIRൽ പേരില്ലാത്ത കാർ ഡ്രൈവറായ പ്രശാന്ത് നാട്ട് എന്നയാളാണ് അറസ്റ്റിലായത്. ഡൽഹി നോയിഡ അതിർത്തിയിൽ വെച്ചായിരുന്നു അറസ്റ്റ്. സുബോധ് കുമാർ സിംഗിന് നേരെ വെടിവെച്ചത് താനാണെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയതായും പോലീസ് അവകാശപ്പെടുന്നു. സുബോധ് കുമാറിന്റെ തോക്ക് പിടിച്ചുവാങ്ങിയ മറ്റൊരു പ്രതി ജോണിനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബജ്രംഗ് ദൾ നേതാവ് യോഗേഷ് രാജാണ് ആദ്യ FIRൽ പ്രധാന പ്രതി. ഇയാളെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് പുതിയ പ്രതികളെ കണ്ടെത്തിയെന്ന മലക്കം മറിച്ചിൽ. പശു കശാപ്പ് ആരോപിച്ച് കലാപം തടയുന്നതിനിടെയാണ് സുബോധ് കുമാർ സിംഗിനെ വെടിവെച്ചു കൊന്നത്. ഇന്തോനേഷ്യയിലെ അനക് ക്രോക്കത
അഗ്നിപർവ്വതം വീണ്ടും പുകഞ്ഞു തുടങ്ങിയതോടെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കഴിഞ്ഞയാഴ്ച അഗ്നിപർവ്വതത്തിൽ സ്ഫോടനം മൂലമുണ്ടായ സുനാമിയിൽ 430 പേരിലധികം മരിച്ചിരുന്നു. അഗ്നിപർവ്വതം വീണ്ടും പുകഞ്ഞു തുടങ്ങിയതോടെ തീരദേശത്തുള്ളവരെ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ് അധികൃതർ. അനക്രാക്കത്വ അഗ്നിപർവ്വതം വീണ്ടും സജീവമായതോടെ സുമാത്ര, ജാവ ദ്വീപുകളിലെ താമസക്കാർ ആശങ്കയിലായി. ഇന്തോനേഷ്യൻ ദുരന്ത നിവാരണ സേന 2ാം നമ്പർ ജാഗ്രതാ നിർദ്ദേശം ഇതേ തുടർന്ന് പുറപ്പെടുവിച്ചു. അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് അകലം പാലിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. നാവികസേനയുടെ പ്രത്യേക കപ്പൽ അഗ്നിപർവ്വതത്തിന്റെ സമീപത്തെത്തി കൂടുതൽ വ്യക്തമായ ചിത്രം പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അഗ്നിപർവ്വതത്തിൽ നിന്നുയരുന്ന ചാരവും പുകയും കാരണം ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള 20ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ സുനാമി തിരകൾ 430-ലധികം പേരുടെ ജീവനാണ് കവർന്നത്. 150-ലധികം പേരെ കാണാതായി. അഗ്നിപർവ്വതം വീണ്ടും ശക്തമായി പുകഞ്ഞു തുടങ്ങിയത് കണക്കിലെടുത്ത് ജാവ, സുമാത്ര ദ്വീപുകളിൽ കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. സുനാമിയെ തുടർന്ന് 16,000-ലധികം പേർ ഇപ്പോഴും അഭയകേന്ദ്രങ്ങളിലാണ് കഴിയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.